ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠന അനുമതി നിഷേധിച്ചതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടലുണ്ടായേക്കും. കേരള സർവകലാശാല വൈസ് ചാൻസലർ അടിയന്തര ഉത്തരവിറക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ടെന്ന് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ 24-നോട് പറഞ്ഞു. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ചു എന്ന ഒറ്റ കാരണത്താൽ വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠനത്തിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണ്. ഇതിനെതിരെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല VC ഡോക്ടർ VP ജഗതിരാജ് ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. കേരള വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലുമായി ഫോണിൽ സംസാരിച്ചതായും അനുകൂല ഇടപെടൽ പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ VP ജഗതിരാജ്. നമ്മളിവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഇക്വലൻസ് സർട്ടിഫിക്കേഷൻ വേണം. അത് ശരിക്കും ഇപ്പോൾ ഉള്ള പ്രസന്റ് റൂൾ വെച്ച് UGC റൂൾ വെച്ചും സ്റ്റേറ്റ് റൂൾ വെച്ചും അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു റൈറ്റും ഒരു യൂണിവേഴ്സിറ്റിക്കും കേരളത്തിലില്ല. അതുപോലെ മോഹൻ കുന്നംപിള്ള സാറിന് VC കേരള യൂണിവേഴ്സിറ്റിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. സാർ അത് ഫേവറബിളായിട്ട് ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു ഹിൻഡ്രൻസും ഇല്ല, ഒരു പേടിയും വേണ്ട. ഇവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന എല്ലാ UG PG പ്രോഗ്രാമുകളും ഒരു ധൈര്യമായിട്ട് എടുക്കാം. ഭാവിയിലൊന്നും ഒരു പ്രശ്നവും പറ്റില്ല. ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ നിരവധി വിദ്യാർത്ഥികളാണ് കേരള സർവകലാശാല പുറത്തു നിർത്തിയിരിക്കുന്നത്. കേരള സർവകലാശാലകളിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് തുല്യതാ സർട്ടിഫിക്കറ്റ് ചോദിക്കരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും നിർദ്ദേശിച്ചിരുന്നു. കേരള വൈസ് ചാൻസലറുടെ ഒരു ഉത്തരവിലൂടെ അടിയന്തരമായി വിഷയം പരിഹരിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കളും ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഏക ഓപ്പൺ സർവകലാശാല കൂടിയായ ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ വിശ്വാസ്യത കൂടിയാണ് ഇതോടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.